വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മള് ബാഗ് പാക്കിംഗ് ആട്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ വരുന്നത് ബാഗ് പാക്കിംഗ് ആണ്. എന്തിനാ ബാഗ് പാക്ക് ചെയ്യണം? നമ്മളൊരു ട്രിപ്പ് പോകാൻ പോകണം. ഓക്കെ, എന്നാ ട്രിപ്പ് പോണേ? നാളെ മോർണിംഗ് നമ്മൾ ട്രിപ്പ് പോകും. അപ്പൊ എവിടേക്ക് ട്രിപ്പ് പോകുന്നത്? ഒരു ക്ലൂ എടുക്കാം. ക്ലൂ എടുക്കാം. ഓക്കെ, അപ്പൊ ഞങ്ങള് ഒരു ക്ലൂ തരാം. അത് വെച്ചിട്ട് നിങ്ങൾ ഗസ് ചെയ്ത് നോക്ക്. ഓഫ് കോഴ്സ് ഒരു GCC കൺട്രി ആണ്. പിന്നെ ഒരു ക്ലൂ തരാണെന്നുണ്ടെങ്കിൽ വെരി നിയറസ്റ്റ് ടു ഖത്തർ ആണ്. അപ്പൊ ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വന്നിട്ട് കമന്റ് ചെയ്യാം. തരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് 2 ഫാമിലിയാണ് നമ്മള് നാളെ ട്രിപ്പ് പോകുന്നത്. അപ്പൊ ഞാനും ആദ്യം ഒരു ഫാമിലി, പിന്നെ നദയുടെ ഫാമിലി, അതായത് നദയുടെ ബ്രദറും നദയുടെ ഉമ്മച്ചിയും വാപ്പച്ചിയും കൂടിയിട്ട് അങ്ങനെ നമ്മുടെ 2 ഫാമിലി ആണ്. നമ്മുടെ ഫാമിലി ഫ്രണ്ട്സ് ആണ്. അപ്പൊ നമ്മൾ ഖത്തറിൽ വന്നിട്ട് പരിചയപ്പെട്ട ഫാമിലിയാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ എവിടെയെങ്കിലൊക്കെ പോവാന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തപ്പോ അങ്ങനെ ഫൈനലി നമ്മൾ ഈദ് ആണല്ലോ അപ്പൊ ഈദ് ആയതുകൊണ്ട് നമ്മൾ എവിടെയെങ്കിലും പോവാന്ന് വിചാരിച്ച് പോവാണ് നാളെ. പിന്നെ എല്ലാവർക്കും ലീവാണ്. അതന്നെ. കറക്റ്റ്. അപ്പൊ ഇപ്പൊ പോവാൻ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈദിന്റെ ഹോളിഡേയ്സ് ആണ്. ഒരു ഓഫീസിലും ഉണ്ട്, സ്കൂളിലും ഉണ്ട്. സ്കൂളിലുണ്ട് മെയിൻ ആയിട്ട് നമുക്കൊരു 10 ദിവസം ഹോളിഡേയ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു 5 or 6 days കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അപ്പൊ എന്തായാലും ഇനി അധികം ലേറ്റ് ആക്കണം. നമുക്ക് ബാക്ക് പാക്കിങ്ങിലേക്ക് നമുക്ക് പിന്നെ അവിടെ പോയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെ പോകുന്നുള്ള ഒരു വ്ലോഗ് നമ്മള് ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് 2 ബാഗാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതില് മേക്കപ്പ് സാധനങ്ങളാ, ഇതില് ഡ്രസ്. അപ്പൊ ഈ അത്ര വലിയ ബാഗല്ല, ഒരു സാധാരണ ഒരു മീഡിയം സൈസ്, ഒരു സ്മോൾ സൈസ് ട്രോളിയാണ്. കാരണം ഒരു 3 or 4 days ആയിരിക്കും നമ്മൾ അവിടെ ഈ പോകുന്ന സ്ഥലത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. എവിടെയെന്ന് പറയല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്തൊക്കെയാണ് സാധനങ്ങൾ വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് പാക്ക് ചെയ്യാം. ഓക്കെ, സെറ്റ്. ഫസ്റ്റ് മേക്കപ്പ് കിറ്റ് ആണ്. മേക്കപ്പിൽ എന്തൊക്കെയുള്ള അറിയുന്ന സാധനങ്ങളൊക്കെ പറഞ്ഞു. പൗഡർ, കൺമഷി, ലിപ്സ്റ്റിക്ക്, പിന്നെ ഒരു ക്രീം. ഓക്കെ, അതായത് നമ്മുടെ അത് കുറെ ഗേൾസ് പ്രോഡക്റ്റ് ആണ്. ലിപ്സ്റ്റിക്ക്, പിന്നെ ലിപ് ബാം, പിന്നെ കാജല്, ഐലൈനർ, പൗഡർ, പിന്നെ പ്രൈമർ, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. അപ്പൊ അത് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ട്രാൻസ്പാരന്റ് ബാഗിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് വെച്ചു ഇവിടെ വെക്കാം. ഇനി ഇതാണ്. ഇതില് എന്തൊക്കെയോ ഉണ്ട്. ബ്രഷ്, പേസ്റ്റ്, പിന്നെന്താ ഷാമ്പു, പിന്നെ സോപ്പ് ഹാൻഡ് മെയ്ഡ് ആണ്. ഇത് നമ്മുടെ സ്വന്തം സോപ്പ്, ഹാൻഡ് മെയ്ഡ് സോപ്പാണ്. എന്താ പേര്? ക്ലസർ സോപ്പ്. നോക്ക്, ക്ലസർ സോപ്പ്. ഇത് നല്ലതാ. ഇതിന്റെ വീഡിയോ ഓൾറെഡി നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് അടച്ചു വെക്കൂ. അതിനുശേഷം ഈ ഒരു ചീപ്പും 2 ചീപ്പുണ്ട്. അതിനുശേഷം സ്പ്രേ ഉണ്ട്. പിന്നെ ഇത് തലയിൽ തേക്കുന്ന ക്രീമാണ്. ഇത് ഗാറ്റ്സ്ബിയുടെ എന്ത് സ്പൈക്കി സ്റ്റാൻഡ് അപ്പ് മുടി ഇങ്ങനെ ആൾ പോലെ പൊങ്ങിയിരിക്കുന്നതാണ്. അത് ഞാനും പറഞ്ഞു. പിന്നെ ആഫ്റ്റർ നമ്മള് ഇവിടെയാണ് പറയാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളേ ഉള്ളൂ. സോപ്പ്, അതൊക്കെ ഹെയർ കണ്ടീഷണർ, പിന്നെ ഷാമ്പു, പിന്നെ ഒരു ക്രീം മുഖത്തിടുന്നത്, പിന്നെ ഒരു തോർത്ത്, കലവത്ത്. അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ്. അതൊന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ മേക്കപ്പ് തിങ്സ് ഒന്നും ആവശ്യമില്ല. പക്ഷെ പറക്കി കെട്ടി വെച്ചിട്ടുണ്ട്. എനിക്കറിയില്ല.
ഡൗട്ട് വേണ്ട. തുറന്നു പോവോ? ഉറപ്പാണോ? Where we will keep it. എന്നാ വെച്ചോ. Where we will keep it. അത് അതിന്റെ അടിയിലാക്കി വെച്ചോ. വേണ്ട, ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, അടച്ചു വെക്കാം. ഇങ്ങനല്ലേ? ആ, അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് വെക്കാം. ഭയങ്കര ഹെവി ആയിട്ടുണ്ട് ഈ ബാഗ്. അപ്പൊ ഇത് റെഡിയായി. ഓക്കെ, ഈ ബാഗ് റെഡിയായി. തുണി. അപ്പൊ നമ്മള് ഡ്രസ് വെക്കാം. അപ്പൊ ജീൻസ്, പിന്നെ നിക്ക് ആദ്യം എന്റെ. ഓക്കെ, ആദ്യം ജീൻസ് വെച്ചു. ഇത് വേറൊരു ജീൻസ്. ആദ്യം ബാഗി ജീൻസ് വെച്ചു, പിന്നെ ഒരു പെൻസിൽ ഫിറ്റ് എന്തോണം എനിക്കറിയില്ല ആണ്. പിന്നെ ഒരു ക്രോപ്പ് ടോപ്പ്, ഇതൊരു സൽവാർ, ഇതൊരു കോഡ് സെറ്റ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്റെ ഡ്രസ്സ് വരുന്നത്. പിന്നെ ആദ്യം ഇങ്ങനെ വയ്ക്കാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് നമ്മള് കവറിൽ പിടിച്ചോണ്ടു. അപ്പൊ ഒരു ടീഷർട്ട്, പിന്നെ അടുത്ത ടീഷർട്ട് വേണ്ടേ? ഈ ടീഷർട്ട് അവിടെ തന്നെ വയ്ക്കാലോ, കുഴപ്പമില്ല, നമുക്ക് വയ്ക്കാം. ഇനി ബാക്കി നമ്മൾ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സാണ്. അത് ഞാൻ ഇവിടെ സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ പാക്കിങ് കഴിഞ്ഞു. ഇനി ഇത് അടയ്ക്കാം. അതിവിടെ അടുത്ത് ഇതാണ് നമ്മുടെ പാക്കിംഗ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ വൺസ് അഗൈൻ എല്ലാവർക്കും ഈദ് മുബാരക്.